അത്തരത്തിൽ ക്ഷേത്രത്തെ നിരവധി തവണ ആക്രമിച്ചു. ഏകദേശം 6-7 തവണയാണ് വിവിധ വൈദേശിക ശക്തികൾ, മുഗൾ രാജാക്കന്മാരാണെങ്കിലും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആണെങ്കിലും ഒക്കെ ഈ ക്ഷേത്രത്തെ ആക്രമിച്ചിട്ടുള്ളത്. പക്ഷേ അങ്ങനെയൊക്കെ ആക്രമിച്ചിട്ടും ക്ഷേത്രം ഇന്നും തല ഉയർത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം അന്നത്തെ ആ ഒരു ചോഴ രാജാക്കന്മാരുടെ കാലത്തെ വാസ്തുകലാശില്പം, അവരുടെ കരവിരുത് ഒന്ന് തന്നെയാണ് എന്നുള്ളതിൽ സംശയമേ ഇല്ല. ഏതായാലും ഇത്തരത്തിലുള്ള ചരിത്രമൊക്കെ ഈ മണ്ണിലുണ്ട് എന്നിരിക്കെ ഇത്രയും കാലം ഇതൊന്നും പുറത്തു വന്നിട്ടില്ല. ഇത് ഇത്രയും കാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗംഗൈകൊണ്ട ചോളപുരം ക്ഷേത്രത്തിനകത്ത് അദ്ദേഹം ക്ഷേത്ര ദർശനം നടത്തുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഗംഗൈകൊണ്ട ചോളപുരത്തെ മഹാക്ഷേത്രത്തിനകത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ക്ഷേത്രാങ്കണത്തിനകത്ത് ദർശനം നടത്തുന്നു. പ്രധാനപ്പെട്ട ശ്രീകോവിലിന് അകത്തു നിന്നും എത്തിച്ച ആ പ്രസാദം അത് പ്രധാനമന്ത്രിക്ക് പ്രധാന പൂജാരി നൽകുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ മഹാശിവലിംഗം കാണാം. ദക്ഷിണ ഭാരതത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗമാണ്. ഏതാണ്ട് 10-ാം നൂറ്റാണ്ടിൽ 1135 രാജേന്ദ്ര ചോളനാൽ നിർമ്മിക്കപ്പെട്ട മഹാക്ഷേത്രം. ചോള രാജവംശത്തിന്റെ കരുത്തും പ്രൗഢിയും അക്കാലത്ത് ഭാരതത്തിന്റെ കരുത്തും പ്രൗഢിയും തെളിയിക്കുന്ന മഹത്തായ ക്ഷേത്രം. നേരത്തെ അരുൺ ആലത്തൂർ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിക അധിനിവേശത്തെയും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെയും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയും ഒക്കെ അധിനിവേശങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഇപ്പോഴും നിലനിൽക്കുന്ന മഹത്തായ ക്ഷേത്രം. ആ ക്ഷേത്രാങ്കണത്തിനകത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നു. അദ്ദേഹം ഇപ്പോൾ ആ ശിവലിംഗത്തിന് മുന്നിൽ പ്രാർത്ഥിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്ത കാലത്തായി അദ്ദേഹം തമിഴ്നാട്ടിലെത്തുന്ന ഘട്ടങ്ങളിലെല്ലാം തമിഴ്നാട്ടിലെ മഹാക്ഷേത്രങ്ങൾ സന്ദർശിക്കുമായിരുന്നു. അയോധ്യയിലെ രാമജന്മഭൂമിയിൽ പുനർനിർമ്മിച്ച രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് അദ്ദേഹം പോകുന്ന ഘട്ടത്തിൽ രാമേശ്വരത്തെത്തി ഭഗവാൻ ശ്രീരാമനാൽ സ്ഥാപിക്കപ്പെട്ട ക്ഷേത്രം അവിടെ ദർശനം നടത്തിയതിനു ശേഷമാണ് പിന്നീട് അയോധ്യയിലെ രാമജന്മഭൂമിയിലേക്ക് എത്തുകയും അവിടെ 2024 ജനുവരി മാസം 22-ന് രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠ നടത്തുകയും ചെയ്തത്. അപ്പോൾ തമിഴ്നാടെന്ന ആ വിശുദ്ധമായ ദേശത്തെ മഹാക്ഷേത്രങ്ങളുടെ പ്രാധാന്യം എത്രത്തോളമാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുന്ന വ്യക്തിത്വമാണ് നരേന്ദ്രമോദി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹം ഭാരതത്തിന്റെ ഏത് ഭാഗങ്ങൾ സന്ദർശിച്ചാലും ആ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഏതാണോ അവിടുത്തെ ഏറ്റവും പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങൾ അത് കൃത്യമായി സന്ദർശിക്കുവാനും അതിൻ്റെ പാരമ്പര്യം പിന്നീട് സമൂഹ മാധ്യമങ്ങളിലൂടെ ഉൾപ്പെടെ ലോകത്തെ അറിയിക്കുവാനും ചെയ്യുന്ന വ്യക്തിത്വം കൂടിയാണ് പ്രധാനമന്ത്രി. ഇപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ വിവിധ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. നന്ദി വിഗ്രഹം കാണാം. ആ നന്ദി വിഗ്രഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്നത് സൂര്യപ്രകാശം നേരിട്ട് നന്ദി വിഗ്രഹത്തിലേക്ക് തട്ടുകയും പിന്നീട് അത് ശ്രീകോവിലിനകത്ത് പ്രതിഫലിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഈ ക്ഷേത്രത്തിലെ നന്ദി വിഗ്രഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്നത്. ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട നടപ്പന്തലിലൂടെ പ്രധാനമന്ത്രി നീങ്ങുകയാണ്. ഏതാണ്ട് 140 തൂണുകൾ നിറഞ്ഞതാണ് കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ആ നടപ്പന്തൽ. 10-ാം നൂറ്റാണ്ടിൽ ലോകത്ത് ഇത്തരം സൃഷ്ടികളൊന്നും ഇല്ലാത്ത കാലത്ത്, ഇത്തരം സൃഷ്ടികളെപ്പറ്റി ചിന്തിക്കാൻ ലോകത്തിന് കഴിയാത്ത കാലത്താണ് ഇത്തരം വിസ്മയങ്ങൾ ചോള സാമ്രാജ്യ കാലഘട്ടങ്ങളിലാകട്ടെ വിജയനഗര സാമ്രാജ്യ കാലഘട്ടങ്ങളിലാകട്ടെ അന്നെല്ലാം ഭാരതം ഇത്തരം വിസ്മയങ്ങൾ ലോകത്തിന് മുന്നിൽ തുറന്നുകാട്ടി എന്നത് ഈ ക്ഷേത്രാങ്കണത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷേത്ര ദർശനം നടത്തിയിരിക്കുന്നു. അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, ഇപ്പോൾ അദ്ദേഹം ക്ഷേത്ര ദർശനത്തിന് ശേഷം പുറത്തേക്കിറങ്ങിയോ? പ്രധാനമന്ത്രിയുടെ അടുത്ത പരിപാടികൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ക്ഷേത്ര ദർശനം പൂർത്തിയാക്കി പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇനി അദ്ദേഹം ഇവിടുത്തെ ആടി തിരുവാതിര പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ളത് തന്നെയാണ്. ആടി തിരുവാതിര എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, രാജേന്ദ്ര ചോഴൻ അദ്ദേഹത്തിൻ്റെ ജന്മ നക്ഷത്രമാണ്, ജന്മദിനമാണ് ആടി മാസത്തിലെ ഇന്നത്തെ തിരുവാതിര നക്ഷത്രം. ആ നക്ഷത്രത്തിലാണ് ഇത്തരമൊരു പരിപാടി, ആടി തിരുവാതിര ഉത്സവം ഈ മണ്ണിൽ നടക്കുന്നത് എന്നുള്ളതാണ്. ഇനി ആടി തിരുവാതിര ഉത്സവത്തിൽ
പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം രാജേന്ദ്ര ചോഴനെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾക്ക് അദ്ദേഹം കാലങ്ങൾക്ക് മുൻപ് ലോകത്തിന് സമ്മാനിച്ച ഭാരതത്തിനോട് കൃത്യമായി വിളിച്ചോതിയ, അതായത് ഭാരതത്തിൻ്റെ മണ്ണിൽ ഇന്ന് ദുരാഷ്ട്രവാദവും അതുപോലെ തന്നെ തമിഴ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആളുകളെ വേർതിരിക്കുന്ന സങ്കുചിത രാഷ്ട്രീയവുമൊക്കെ DMK ഈ തമിഴ് മണ്ണിൽ പയറ്റുമ്പോൾ അന്ന് ഈ രാജേന്ദ്ര ചോഴൻ പറഞ്ഞത് കാവേരി മുതൽ ഗംഗ വരെയുള്ള ആ നാടുകൾ അതൊന്നാണ്, ആ സംസ്കാരം അതൊന്നാണ്, എല്ലാവർക്കും ഒരേ ഒരു ചിന്തയേ ഉള്ളൂ, അത് ഭാരതം എന്നുള്ള ചിന്തയാണ്, ഭാരതദേശം തന്നെയാണ് ഏറ്റവും മഹത്തായത് എന്ന് അന്നത്തെ കാലത്ത് തന്നെ വിളിച്ചോതിയ തമിഴ്നാട്ടിലെ മാമന്നനാണ് രാജേന്ദ്ര ചോഴൻ. ഏതായാലും ആ രാജേന്ദ്ര ചോഴനെ ബഹുമാനമർപ്പിച്ചുകൊണ്ട് ആദരവർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കോയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തിറക്കും എന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം. അത്തരത്തിലൊരു കോയിൻ പുറത്തിറക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് തമിഴ്നാട്ടിലെ ജനങ്ങൾ. നേരത്തെ ഇന്ന് രാവിലെ നമ്മളോട് പ്രതികരിച്ച തമിഴ്നാട്ടിലെ BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായ K. അണ്ണാമലൈ ഉൾപ്പെടെ പറഞ്ഞിരുന്നു അത്തരത്തിലൊരു കോയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പുറത്തിറക്കും, അദ്ദേഹത്തിനോടുള്ള ആദരവ് സൂചകമായിട്ടും. ഒപ്പം തന്നെ ഈ ചോഴ രാജാക്കന്മാർക്കും അവർ ഭാരതത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾക്കുമൊക്കെ ഒരു ആദരമർപ്പിച്ചുകൊണ്ടാണ് ഇത്തരമൊരു കോയിൻ പുറത്തിറക്കുക എന്നുള്ളതാണ്. മാത്രമല്ല ഈ ഗംഗൈകൊണ്ട ചോളേശ്വരത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ ഗംഗൈകൊണ്ട ചോളേശ്വരത്തിൽ കോയിനുകൾ നിർമ്മിക്കാൻ വേണ്ടി മാത്രം ഒരു പ്രദേശമുണ്ട് എന്നുള്ളതാണ്. അതായത് അന്നത്തെ നാണയത്തുട്ടുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ഒരു പ്രദേശം ഈ തലസ്ഥാന നഗരിയായ ഇവിടെ ഈ രാജേന്ദ്ര ചോഴൻ സ്ഥാപിച്ചിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ കോയിനുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി മാത്രം ഒരു പ്രത്യേക ഇടം അന്നത്തെ കാലത്ത് ചിന്തിച്ച് സ്ഥാപിച്ച വളരെ ബോധപൂർവം അത് രാജ്യത്തിന് ഏത് തരത്തിൽ ഗുണം ചെയ്യുമെന്നൊക്കെ വലിയ ദീർഘദൃഷ്ടിയുള്ള വ്യക്തിയായിരുന്നു രാജേന്ദ്ര ചോഴൻ. അതുകൊണ്ട് തന്നെ ഏതൊരു വ്യക്തിയാണോ ഇത്തരത്തിൽ കോയിനുകളും മറ്റും സൃഷ്ടിച്ചുകൊണ്ട് സാമ്പത്തിക വ്യവസ്ഥ ശക്തിപ്പെടുത്തുന്നതിന് അന്നത്തെ കാലത്ത് ശ്രമിച്ചിട്ടുള്ളത്, ആ വ്യക്തിയോടുള്ള ആദരസൂചകമായിട്ട് ഒരു നാണയത്തുട്ട് പുറത്തിറക്കുക എന്നുള്ളതാണ് ഭാരത പ്രധാനമന്ത്രി ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് അടുത്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നറിയപ്പെടുന്ന 3 ചോള ക്ഷേത്രങ്ങളിൽ ഏറ്റവും സവിശേഷതമായ ഒന്നായ ഗംഗൈകൊണ്ട ചോളപുരത്തെ മഹാക്ഷേത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചിരിക്കുന്നു. ആ ക്ഷേത്രത്തിന്റെയും പ്രധാന ശ്രീകോവിലിന് മുകളിലായി ഉയർന്നു നിൽക്കുന്ന പ്രധാനപ്പെട്ട ഗോപുരത്തിന്റെയും ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. ഭാരതത്തെ നൂറ്റാണ്ടുകളായി നിലനിർത്തിയ വിവിധ സാമ്രാജ്യങ്ങൾ, അലക്സാണ്ടറുടെ വലിയ അധിനിവേശത്തിന് ശേഷം പിന്നീട് അതിനെ പ്രതിരോധിച്ച ചന്ദ്രഗുപ്ത മൗര്യന്റെയും ആചാര്യ ചാണക്യന്റെയും മൗര്യ സാമ്രാജ്യത്തിന്റെ ചരിത്രം നമുക്കറിയാം. ഹരിഹരനും ബുക്കനും നേതൃത്വം നൽകിയ വിജയനഗര സാമ്രാജ്യവും പിന്നീട് ശിവജിയുടെ നേതൃത്വത്തിൽ വന്ന മറാഠ സാമ്രാജ്യവും ഇങ്ങ് തമിഴ്നാടടങ്ങുന്ന ദക്ഷിണ ഭാരതത്തിലേക്ക് ഒരു തരത്തിലുമുള്ള അധിനിവേശ ശക്തികൾക്ക് കടക്കാൻ കഴിയാത്ത രീതിയിൽ അവയെ പ്രതിരോധിച്ച നാം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന തമിഴ്നാട്ടിലെ വിവിധ സാമ്രാജ്യങ്ങളെ പറ്റിയുമെല്ലാം ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട്. അത് പുതിയ തലമുറ പഠിക്കണം, അതേപ്പറ്റി ചിന്തിക്കണം എന്ന സന്ദേശം കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകുന്നത്. ബ്രിട്ടീഷ് ഭരണത്തിന് ശേഷമാണ് ഭാരതം എന്ന രാഷ്ട്രം രൂപപ്പെട്ടതെന്നും ഈ നാടിന് വലിയ തോതിലുള്ള പുരോഗതി ഉണ്ടായത് ബ്രിട്ടീഷുകാരന്റെ കടന്നുവരവോടുകൂടിയാണെന്നും ഇവിടെ പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഈ രാഷ്ട്രത്തിന്റെ മഹത്തരമായ ചരിത്രത്തെ തിരുത്തുവാൻ ശ്രമിക്കുന്ന ശക്തികൾക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇത്തരം സന്ദർശനങ്ങൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്പസമയത്തിനകം അദ്ദേഹം പൊതുപരിപാടിയുടെ ഭാഗമാകും. അതിനുശേഷമാകും സദസ്സിനെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുക. തമിഴ്നാടിന്റെ സാമൂഹികമായ പശ്ചാത്തലവും ചോള സാമ്രാജ്യത്തിന്റെ മഹത്തരമായ ആ കാലഘട്ടത്തെ പറ്റിയുമൊക്കെ അദ്ദേഹം തന്റെ അഭിസംബോധനയിൽ ഓർമ്മപ്പെടുത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നലെ വൈകുന്നേരം തൂത്തുക്കുടിയിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 4900 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് ഒറ്റ ജില്ലയ്ക്ക് മാത്രമായി പ്രഖ്യാപിച്ചത്. അതിനുശേഷമാണ് ഇന്നിപ്പോൾ ചോള സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട് രാജേന്ദ്ര ചോളന്റെ ജന്മദിനത്തിൽ ആടിത്തിരുവാതിര നാളിൽ അദ്ദേഹത്താൽ നിർമ്മിക്കപ്പെട്ട പവിത്രമായ ശിവലിംഗം നിലകൊള്ളുന്ന ആ ക്ഷേത്ര ദർശനം നടത്തുന്നു. അതിനുശേഷം പിന്നീട് പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നു. അരുൺ ആലത്തൂർ വീണ്ടും ചേരുകയാണ്. അരുൺ, എത്രത്തോളം ആവേശത്തിലാണ് ആ ക്ഷേത്ര പരിസരത്തുള്ള ജനങ്ങൾ? കാരണം